ഇതിലെല്ലാം വെള്ളം അബ്സോർവ് ചെയ്തോളും. ചെയ്തില്ലെങ്കിലേ ഇതിലെല്ലാം നശിച്ചു പോകും. എളുപ്പം മാർഗം. ഒരു മൾട്ടിപർപ്പസ് യൂസുള്ള ഒരു സൂപ്പർ സംഭവം കേട്ടോ ഇത്. അതുകൊണ്ട് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ ഇതിലെല്ലാം നശിച്ചു പോകും. ഇതിലെല്ലാം വെള്ളം അബ്സോർവ് ചെയ്തോളും. ഇതേ നമ്മുടെ ഒരു മുരിങ്ങയാണ്. ഇതിൽ നിന്ന് കുറച്ച് കമ്പെടുത്ത് പൊതയിടാം. പുല്ല് വെട്ടിയതാണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ പുല്ലെല്ലാം കൂടെ വെട്ടിയത് നമ്മുടെ അടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതെല്ലാം നല്ല ഉണങ്ങി. അപ്പോൾ ഇതിനെ പോലെ നമ്മൾ തണുപ്പിച്ചതാണ്. ഒട്ടും ചൂടില്ല. എന്നാൽ പോലും ചെടിയുടെ നേരെ ചുവട്ടിലിടാതെ മാറ്റിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പൊതിയിടാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലകൾ. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേ ഇതിനകത്ത് വെള്ളം നല്ല രീതിയിൽ പിടിച്ച് കിടന്നോളൂ. അങ്ങനെ നമ്മൾ ഇവർക്ക് നല്ല ഒരു തണുത്ത സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചേക്കാം. ചൂട് നല്ല രീതിയിലായി. ഉണങ്ങിയ പുല്ലും കോഴിക്കാരും ചാരവും ഈ പച്ചിലകളും ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു വളവും കൂടെയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പൊതയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്.